ഞങ്ങൾക്കാരെയും പേടിയില്ല, എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഭയമാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയെ ഭയമാണ്, ഇവിടുത്തെ മുസ്ലിം ലീഗിനെ ഭയമാണ്, ഇവിടുത്തെ SDPI ഭയമാണ്. അതിനൊരു ചോദ്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ വലിയ മതേതരത്വമൊക്കെ വിളമ്പുന്ന ഒരു പാർട്ടിയാണ്. മുസ്ലിം ലീഗിന്റെ നേതാവായ KM ഷാജി പറയുകയാണ്, മതമാണ് പ്രശ്നം, ഞങ്ങൾക്ക് മതം തന്നെയാണ് പ്രശ്നമെന്ന് ശ്രീമാൻ KM ഷാജി പറഞ്ഞിട്ട് മതേതരം വാരി വിളമ്പുന്ന ശ്രീമാൻ രമേശ് ചെന്നിത്തല KM ഷാജി തിരുത്തണമെന്നൊരു പ്രസ്താവന പറഞ്ഞു. ഇവിടുത്തെ VD സതീശൻ KM ഷാജി തിരുത്തണമെന്നൊരു പ്രസ്താവന പറഞ്ഞു. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ താങ്കൾ എങ്ങനെയാ പറയാൻ നിങ്ങൾക്ക് ഭയമാണെന്ന്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. താങ്കൾ മറുപടി പറഞ്ഞു. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? ജമാഅത്തെ ഇസ്ലാമി പോലുള്ള വർഗീയ ശക്തികളുമായിട്ടുള്ള UDFന്റെ ബാന്ധവം, അതാണ് അദ്ദേഹം പരാമർശിച്ചത്. ഇത് കണിയല്ല കെണിയാ. ഇത് മൈക്കിന് ശബ്ദം പോരാൻ തോന്നുന്നു. എല്ലാ ശബ്ദം ഓക്കെയാണ്, ഓക്കെയാണ്, ഒരു കുഴപ്പം. അതേ മറുപടി പറഞ്ഞ ശേഷം ആ സുഹൃത്ത് സംസാരിച്ചതിന് മുമ്പ് പ്രഭാത് എന്ന് പറയുന്ന എൻ്റെ ഒരു പഴയ സുഹൃത്ത് ഇവിടെ പറയട്ടെ, ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതിനൂടെ മറുപടി പറഞ്ഞിട്ട് ഇതിനൂടെ മറുപടി പറയാം. ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ. ഈ ഗവൺമെന്റ് നരേന്ദ്രമോദി സർക്കാർ അതിന്റെ പേര് മാറ്റി മറ്റൊരു പേരിൽ ഈ രാജ്യത്ത് അവതരിപ്പിക്കപ്പെട്ടു. പ്രിയപ്പെട്ട ദീപു, വികസിത് ഭാരത് എന്ന പേരിൽ പുതിയ പേര്. കോൺഗ്രസ് ഈ രാജ്യത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഇന്ന് ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇന്ത്യ മഹാരാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ. അവരുടെ അക്കൗണ്ടുകളിലേക്ക് ഈ പണം ലഭിക്കുന്ന, അവർക്ക് തൊഴിൽ നൽകുന്ന ഈ പദ്ധതി നടപ്പിലാക്കിയത് മൻമോഹൻ സിംഗ് ആണ്. കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത്. ആ പേര് മാറ്റി വികസിത് ഭാരതാക്കി. അതോടൊപ്പം തന്നെ ഇന്ദിരാ ആവാസ് യോജന ഭവന പദ്ധതി, ഇന്ദിരാ ആവാസ് യോജനയുടെ പേര് മാറ്റി മറ്റൊരു പദ്ധതി ഈ രാജ്യത്ത് നടപ്പിലാക്കി. നിർമ്മൽ പദ്ധതി കോൺഗ്രസ് നടപ്പിലാക്കിയത് ഈ രാജ്യത്ത്. അതിന്റെ പേര് മാറ്റി സ്വച്ഛ് ഭാരത് എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കി. നെഹ്റു യുവകേന്ദ്ര അതിന്റെ പേര് മാറ്റി മറ്റൊരു പേരിലേക്ക് അതോടൊപ്പം തന്നെ വിവരാവകാശ നിയമം ഈ രാജ്യത്തെ വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ എനിക്കതല്ല തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. ഈ രാജ്യത്ത് ജനിച്ചു വീഴുന്ന വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കിയത് കോൺഗ്രസ് ആണ്. അപ്പൊ കോൺഗ്രസ് നടപ്പിലാക്കിയ പദ്ധതികളുടെ പേര് മാറ്റിയതല്ലാതെ ഏതെങ്കിലും ഒരു ജനകീയ പദ്ധതി BJP ഗവൺമെന്റ് ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ടോ? എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു മതേതര പ്രസ്ഥാനമാണ്. ഇന്ത്യ രാജ്യത്തിന് ഒരു ചരിത്രമുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. ഈ രാജ്യത്ത് ജനിച്ചു വീഴുന്ന മനുഷ്യന്റെ ജാതിയോ മതമോ നോക്കിയല്ല, ഇന്ത്യക്കാരനാണെന്നുള്ള പൊതുവികാരത്താണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഇവിടെ ജാതിക്കോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ നായരെന്നോ ഈഴവനെന്നോ യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഒന്നായി കാണുന്ന ഏക പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇവിടെ BJP ജനങ്ങളെ ജാതിയുടെ പേരിൽ വേർതിരിക്കാൻ ശ്രമിക്കുന്നു, മതത്തിന്റെ പേരിൽ വേർതിരിക്കാൻ ശ്രമിക്കുന്നു, ഈ രാജ്യത്തെ അവരുടെ അവകാശങ്ങളെ നിഷേധിക്കാൻ ശ്രമിക്കുന്നു. ആരാധനാലയങ്ങൾ തച്ചു തകർക്കുന്നു. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയില്ല. മറുപടി അടുത്ത ചോദ്യം നിങ്ങളോട് ചോദിച്ചത് മറുപടി ഇല്ല അദ്ദേഹത്തിന്. ഒരു മിനിറ്റ്, ഇതേ ഒന്ന് പ്രസ്താവന ശ്രീമാൻ രമേശ് ചെന്നിത്തല തിരുത്തിയോ ഇല്ലയോ എന്നാണ് ചോദ്യം. മറുപടിയില്ല. മോള് വിധവയാവുന്ന തോന്നുന്നു.